ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുഴിമന്തിയൊക്കെ ശീലമായില്ലേ? അറേബ്യൻ ഫുഡാണല്ലോ അത്. അതിലൊക്കെ ജിഹാദ് കാണുന്നില്ലേ? ഫുഡ് ജിഹാദ്. അറേബ്യൻ വിഭവങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ ഫുഡ് ജിഹാദ് നടത്തുക. ഈ മനുഷ്യന്മാർക്ക് അള്ളാഹു നൽകുന്ന ബുദ്ധി എവിടെ പോണതാണ്? പോയി കഴിക്കാതിരുന്ന പോരെ, പിന്നെ ഇങ്ങനെ ജിഹാദ് അടിച്ചേൽപ്പിക്കോ? കുഴിമന്തി നിർമ്മിച്ച ഒരു കടക്കാരൻ പുറകെ നടന്ന് തിന്നടാ അത് ജിഹാദാന്ന് പറഞ്ഞിട്ട് എവിടെങ്കിലും കൊടുക്കുവോ? ആലോചിച്ച് നോക്കി നിങ്ങള്. അങ്ങോട്ട് പോവണ്ടെന്ന് തീരുമാനിച്ചാൽ നമ്മുടെ നാട്ടിനത് യോജിക്കൂല. പക്ഷെ 1, 2 ശാസ്ത്രീയമായി പറഞ്ഞ 3-ാം തലമുറ എത്തുമ്പോഴേക്ക് ആ ഫുഡ് പരിശീലിക്കപ്പെടും. ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഇങ്ങനെ ഈ തലമുറകൾ കൈമാറപ്പെടുക. നമ്മൾ മുണ്ടെടുക്കുന്ന രീതി പോലും മക്കളിലേക്ക് എത്തും. അതാ രസം. മുണ്ടഴിഞ്ഞു അതിരിക്കാൻ വേണ്ടി ബാക്കിൽ കെട്ടിട്ടിരിക്കുന്ന ഒരു കാരണവരാണ് സങ്കല്പിക്കുക. ചിലപ്പോൾ പേരക്കുട്ടിന്റെ കുട്ടിക്കോ ആ രീതി വരും. ഞാൻ പറയണ എന്താണ്? നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ മിതമായി കഴിക്കണം. അതുകൊണ്ട് തിന്ന് ഇവിടെ എത്തിക്കാൻ പറ്റൂല്ല. തീരെ തിന്നാതെ പറ്റൂല്ല. ഏത് വിഷയം ഞാൻ ഓരോന്നെണ്ണി പഠനമുണ്ടല്ലോ. ഈ മനുഷ്യജന്മം മോക്ഷം നേടണമെങ്കിൽ ഭൗതികമായ സുഖാഡംബരങ്ങളെ മൊത്തം ഉപേക്ഷിക്കണമെന്ന് സിദ്ധാന്തിക്കുന്ന ദർശനങ്ങളൊക്കെ ഉണ്ട്. പെണ്ണിട്ട് അത് നടക്കുക, ഡ്രസ്സ് പോലും ഇടാതെ ഇങ്ങനെ ജീവിക്കുക, വെറും വിരക്തർ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, അടിച്ചു പൊളിച്ചു ഒരു കൺട്രോളും ഇല്ലാതെ ഭൗതിക ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. രണ്ടിനെയും തിരുത്തുന്നു മാനവികതയുടെ ദർശനം. പറ്റേ ഉപേക്ഷിക്കലല്ല വിജയം എന്ന് പഠിപ്പിക്കുന്നു. എല്ലാം വാരി വലിച്ച് സ്വീകരിക്കലുമല്ല വിജയം എന്ന് പഠിപ്പിക്കുന്നു. അതിന്റെ ഇടയിലുണ്ടാവണം. ഇതാണ് മിതത്വം. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു രംഗത്തും നമ്മൾ മാറരുതെന്ന്.